ഹായ് ഓൾ, ദിസ് ഇസ് ശീതൾ. കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗത്തിന്റെ ബാക്കി നോക്കാം. മനുഷ്യർ കേന്ദ്രമാകുന്നു എന്നാണ് ഇതിന്റെ തലക്കെട്ട്. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയിരുന്നത്. ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്ക് പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. ഇക്കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത്. രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. ഇനി ഒരു ചെറിയ ബോക്സിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കാം. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത്. നവോത്ഥാന കല എന്നതാണ് ഹെഡിങ്. അതിലെ മധ്യകാലത്തെ ചിത്രവും നവോത്ഥാന കാലത്തെ ചിത്രവും നമുക്ക് തന്നിട്ടുണ്ട്. മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ ചിത്രം ശരീരത്തിന്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ രീതിയിൽ നവോത്ഥാന കാലത്തെ ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. ഇനി ചിത്രകല എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടും കൂടി അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ച അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചരിത്രകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്നവയുമായി. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചില സവിശേഷതകൾ കാണുമായിരുന്നു. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂദൃശ്യങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും ആകാശത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിന്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ,
ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം. ഇനി ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതെന്താന്ന് നോക്കാം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്നാണ് പറയുന്നത്. ഇനി ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒലീവ് പർവ്വതത്തിന് ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വന്നു. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇതില് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ, അതാണ് നോക്കേണ്ടത്. അതെന്താ? പൂന്തോട്ടത്തിലെ വേദന. ഇനി അടുത്ത ചിത്രം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസ്കെയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്പോർട്സയും. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടി നോക്കണേ. അടിയിൽ ജിയറ്റോയുടെ ചിത്രങ്ങളിലാണ് ഗ്രെക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നുവന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചുമർചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ എന്നിവ. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. തെറ്റ് വരുന്നുണ്ട്, സോറി ട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. തെറ്റുകളുണ്ട്, തിരുത്തി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.